എല്ലാവർക്കും അധ്യാപക ദിന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഉറുദു അധ്യാപകനെയാണ്. ആദ്യകാലത്ത് വളരെ സജീവമായി ഉറുദു അധ്യാപകനും ഉറുദു അധ്യാപക സംഘടനയെയും മുൻനിരയിൽ നിന്ന് നയിച്ച മൊയ്തീൻകുട്ടി മാസ്റ്ററെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. താങ്കൾ ഉറുദു അധ്യാപകനും ദീർഘനാൾ ഉറുദു അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും ഒക്കെയായി പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. താങ്കളുടെ ഉറുദു പഠനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ആദ്യകാലം ഉറുദു പഠിച്ച വിദ്യാലയത്തെക്കുറിച്ചും ആ വിദ്യാലയത്തിലെ ഉറുദു അധ്യാപകരെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ മലപ്പുറം ആണ് സ്കൂൾ ജീവിതം തുടങ്ങിയത്. അവിടെ സർവർ സാഹിബ്, കേരളത്തിലെ പ്രശസ്ത ഉറുദു കവിയും സാഹിത്യകാരനുമായിരുന്ന സർവർ സാഹിബാണ് എൻ്റെ ഉറുദു അധ്യാപകനായിരുന്നത്. അദ്ദേഹവുമായി എനിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാദറുടെ ഒരു സ്നേഹിതനും എൻ്റെ സ്കൂളിലെ ഒരു രക്ഷാകർത്താവ് എന്ന നിലക്കും ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഉറുദു സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റുള്ള എല്ലാം നമ്മളെ ബീരാൻ സാഹിബ്, ഷിയാബ് തങ്ങൾ, പിന്നെ ഒരു എഞ്ചിനീയർ, ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ കുട്ടിയസൻ സാഹിബ്, പിന്നെ കോളേജ് പ്രിൻസിപ്പൽ എസ്.ബി. നായർ, അങ്ങനെ കുറേ ആളുകൾ ഓരോ മീറ്റിങ്ങിലും ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അവരായിരുന്നുണ്ടായിരുന്നു. അതുപോലെ കുദർത്തുള്ള സാഹിബ്, ഫറൂഖ് കോളേജിലെ കുദർത്തുള്ള സാഹിബ്, ഇവരെല്ലാം അങ്ങനെ കുറേ ഉറുദു സാഹിത്യകാരന്മാരും എല്ലാം ആയിട്ടുള്ള ബന്ധം അന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉറുദുവുമായി കൂടുതൽ എനിക്ക് അടുക്കാൻ കഴിഞ്ഞത്. 1964 ഞാൻ SLC പാസ്സായത്. അതിനുശേഷം ഫറൂഖ് കോളേജിലാണ് പ്രീ ഡിഗ്രി എന്നാണ് പറയുക, പ്രീ ഡിഗ്രി ജോയിൻ ചെയ്തത്. അവിടെയും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉറുദു എടുത്തിരുന്നു. അങ്ങനെ 1970 BA എക്കണോമിക്സ് പാസ്സായി ആ വർഷം തന്നെ മലപ്പുറത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെ മൈലപ്പുറത്ത് മൈക്രോ ഇൻഡസ്ട്രി എന്ന ഒരു ഇൻഡസ്ട്രി തുടങ്ങി. ആ ഇൻഡസ്ട്രി തുടങ്ങി ഒരു വർഷം ആയപ്പോഴാണ് സർവർ സാഹിബ് റിട്ടയർ ചെയ്തത്. ഇൻഡസ്ട്രി നല്ല പ്രോഫിറ്റബിൾ ആയ ഒരു ഇതായിരുന്നു. അത് മലപ്പുറത്ത് ആദ്യത്തെ ഇൻഡസ്ട്രിയാണ്. ഈ വെൽഡിങ് ഇൻഡസ്ട്രി ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അത് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവർ സാഹിബ് റിട്ടയർ ചെയ്യുകയും അന്ന് ക്വാളിഫൈഡ് ആൻസ് ഇല്ല. ഉറുദു പഠിപ്പിക്കാൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകരില്ല എന്ന പേരിൽ കുട്ടികൾ ദിവസം സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമരം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അധ്യാപകരില്ല എന്നുള്ള, കാരണം അത് വേറെ ഒരു നിലക്കും നികത്താൻ കഴിയില്ല. കാരണം അന്ന് ക്വാളിഫൈഡ് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. 1970. അപ്പോൾ എനിക്കത് വലിയൊരു പ്രശ്നമായി തോന്നി, മാനസികമായിട്ട് എന്തോ. കാരണം ഈ കുട്ടികൾ ദിവസം സമരം ചെയ്യുക. അങ്ങനെ അവിടുത്തെ ഹെഡ്മാഷ് എന്നെ വിളിപ്പിച്ചു. ഹെഡ്മാഷും വേറെ 2 മാഷന്മാരെ കൂടി വന്ന് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും അവിടെ ജോയിൻ ചെയ്യ്, അധ്യാപകനാവണം എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം 2 വർഷം ഞാൻ ഉറുദു ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനും ഇൻഡസ്ട്രിയും നടത്തി. രണ്ടും ഒന്നിച്ചാണ് നടത്തിയിരുന്നത്. സാറ് മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5ാം തരം മുതൽ 10ാം തരം വരെയുള്ള വിദ്യാഭ്യാസം, തുടർന്ന് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കി. അതിനുശേഷം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സ്വന്തമായി തുടങ്ങി. അതിനുശേഷം മലപ്പുറം ഹൈസ്കൂളിലേക്ക് തന്നെ അധ്യാപകനായി എത്തുന്നു. അങ്ങനെ ഒരു താൽക്കാലിക അധ്യാപനത്തിൽ നിന്ന് MSP സ്കൂളിലെ ഒരു സ്ഥിരം അധ്യാപകനിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു? അതൊന്ന് വ്യക്തമാക്കാം. കോട്ടപ്പടി താൽക്കാലികമായിരുന്നു. കാരണം ഞാൻ ഉറുദു ഡിഗ്രിക്കും
പ്രീ ഡിഗ്രിക്കും ഉറുദു എടുത്തിട്ടുണ്ട്. 1971 ഉറുദു ഹയറും പാസ്സായി. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു താൽക്കാലിക ശാന്തി എന്ന നിലക്ക് ഞാൻ അധ്യാപകനായി. അങ്ങനെ MSP സ്കൂളിലേക്ക് ഉള്ള മാറ്റം 1972 ഞാൻ ഈ സിലബസ് പ്രിപ്പറേഷൻ ഓരോ വർഷവും SSLCക്ക് പോർഷൻ പ്രിസ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഞാൻ. അങ്ങനെ തലശ്ശേരി BM ഹൈസ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഇതുണ്ടായിരുന്നു. ഞാൻ കുതിർത്തുള്ള സാഹിബ്, അവിടുത്തെ റസാഖ് മാസ്റ്റർ, അനീഫ മാസ്റ്റർ, ഇങ്ങനെ 2-3 പേരുള്ള കുതിർത്തുള്ള ചെയർമാനായി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടേക്കാണ് അസു എന്നൊരു MA പാസ്സായ ഒരു ഫസ്റ്റ് ഹാൻഡ് അവിടെ വന്ന്, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മലപ്പുറത്തേക്ക് ക്ഷണിച്ചു. ഇങ്ങോട്ട് വരി, ഇവിടെ ഒരു ഉറുദു ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് കണ്ടീഷൻ പറഞ്ഞു. ഞാൻ വരികയാണെങ്കിൽ അവിടെ പിന്നെ ഗവൺമെൻറ് കോളേജിൽ ഉറുദു പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു, മലപ്പുറത്ത് കൊണ്ടുവന്ന്. അങ്ങനെയാണ് എലൈറ്റ് ഉറുദു കോളേജ് അദ്ദേഹമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹം ഞങ്ങളും ഇതിനു വേണ്ടി ശ്രമം ആരംഭിച്ചു, കോളേജിൽ ഉറുദു ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ചാക്കീരിൻ അഹമ്മദ് സാഹിബായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാം, നമുക്ക് പോസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അതിലുള്ള പേപ്പറൊക്കെ ഫോർവേഡ് ചെയ്ത് പിന്നെ അങ്ങനെ ഉറുദു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു. അന്ന് MSP കമാൻഡൻറ്റ് MK നായർ, SP നായരുടെ ഒരു കസിൻ ബ്രദറുമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ MSPയിലേക്ക് പോസ്റ്റ് ഉണ്ടാക്കുക, അങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഉറുദു പോസ്റ്റ് ഉണ്ടാക്കി. അതവർക്ക് വളരെ ഈസിയാണ്. കാരണം ഞാൻ പറഞ്ഞു 10-20 കുട്ടികൾ വേണം. അത് നമ്മളെ MSPയിലെ മെന്നിൻ്റെ കുട്ടികളുണ്ടാവും. അങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെ ആ കൊല്ലം പോസ്റ്റ് പിന്നെ അവിടെ പുതിയ ഉറുദു പോസ്റ്റ് ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫറല്ല, ഇവിടുന്ന് വിട്ട് അവിടെ പുതിയ പോസ്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് 1971 സ്റ്റാർട്ട് ചെയ്തു ഉറുദു ഹയർ. അപ്പോൾ അത് പാസ്സായവരെല്ലാം ഓരോ UP സ്കൂളിൽ അങ്ങനെ UP സ്കൂളിൽ പോസ്റ്റിൽ കയറി കൂടി പുതിയ പോസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ കുറേ അധ്യാപകരുണ്ടായി. ഇവർ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളായപ്പോഴാണ് ഇവരെ പ്രശ്നം വന്നത്. കാരണം ഈ പോസ്റ്റ് 8ാം തരത്തിൽ പീരീഡ് വന്നതോടുകൂടി ഈ UP പോസ്റ്റ് ഹൈസ്കൂൾ പോസ്റ്റായി മാറി. അപ്പോൾ ഇവർ ക്വാളിഫൈഡും അല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോഴാണ് പിന്നെ ക്വാളിഫൈഡ് ആൻറ്റിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മുറവിളി അസോസിയേഷൻ ലെവലിൽ മുറവിളി കൂട്ടി LTT വേണം, അറബിക്കിന് LTT ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു മലപ്പുറത്ത്. വിത്തൗട്ട് എനി ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമ്പത്തിക ബാധ്യത ഒന്നും കൂടാതെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ്റിന് വരുത്താത്ത രൂപത്തിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആലോചിച്ച് അവസാനം ഞങ്ങൾ പറഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തോളാം, 1 വർഷം ഫ്രീ ആയിട്ട് ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ നിൽക്കുക. പിന്നെ അറബിക്കിൻ്റെ പോസ്റ്റുണ്ട് അവിടെ, അറബിക്കിൻ്റെ LTT ഉണ്ട്, അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് ആ സ്റ്റാഫ് ഇവരും ക്ലാസ് എടുക്കുക. അങ്ങനെ 1 കൊല്ലം ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തോളൂ. ആ ക്ലാസ്സിൽ പെട്ടത് എൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ളത് ഗഫൂർ മാസ്റ്റർ, ഇപ്പം മരിച്ചു, സ്പെഷ്യൽ ഓഫീസറായിരുന്നു. പിന്നെ K.T. റഷീദ്, PA കരീം, ഓമശ്ശേരി അബ്ദുറഹ്മാൻ, കമ്മു, ഒരു ഹുസൈൻ മാസ്റ്റർ, Moideenkutty മാസ്റ്റർ, അങ്ങനെ 14 പേര്. PTC മുഹമ്മദ് അലി,
അങ്ങനെ 14 പേര് പിന്നെ എൻ്റെ സ്റ്റുഡൻ്റായിട്ടുണ്ടായിരുന്നു. ഇവർ പാസ്സായതിന് ശേഷമാണ് അവർ മറ്റുള്ള സ്കൂളുകൾക്ക് ക്വാളിഫൈഡായിട്ട് വന്നത്. ആദ്യത്തെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഈ 14 പേരാണ് കേരളത്തിൽ വന്നത്. പിന്നീട് 1978 KUTA പ്രസിഡൻ്റായി. അതിനു മുമ്പ് 1972 KUTA KPZ തങ്ങൾ സെക്രട്ടറിയും വാഹിദ് മുനീർ മാസ്റ്റർ JDT ഹൈസ്കൂളിലെ വാഹിദ് മുനീർ മാസ്റ്റർ പ്രസിഡൻറ്റുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ വൈസ് പ്രസിഡൻറ്റും. ആ രൂപത്തിലാണ് ആദ്യം KUTA ഫോം ചെയ്തത്. അങ്ങനെ 1978 ഞാൻ KUTA പ്രസിഡൻ്റായത്. അപ്പോഴാണ് ഞാൻ പ്രസിഡൻ്റായതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് കേരള റീഡർ എന്നുള്ള സാധനമില്ല. ഏതെങ്കിലും പുസ്തകങ്ങൾ ഏതെങ്കിലും തമിഴ്നാട്ടിലെ പുസ്തകം നമ്മൾ ഇവിടെ വരുത്തിയിട്ട് ഇവിടെ എടുക്കുക. അങ്ങനെയായിരുന്നു അതെന്ന് പറഞ്ഞു. നമ്മൾ കേരളത്തിന് സ്വന്തമായിട്ട് പുസ്തകം വളർന്നു. അങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സൺസിനെ കുറേ ഹൈദരാബാദ് പിന്നെ മറ്റ് കുറേ യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം ഒരു 5-8 പേരെ അപ്പോയിൻ്റ് ചെയ്ത് ഇവിടെ കേരളത്തിൽ വന്ന് താമസിച്ച് അവർ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ അത് പ്രിൻ്റ് ചെയ്താണ് ഞങ്ങളെ ഈ കേരള റീഡർ ഫസ്റ്റിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേരള റീഡർ ഇല്ലായിരുന്നു. അപ്പം സാറ് മലപ്പുറം ഹൈസ്കൂള് നിന്നുകൊണ്ട് തന്നെ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഉറുദു പോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനവും തുടർന്നത് MSP സ്കൂളിലേക്ക് ഉള്ള പ്രവേശനവും ഒക്കെ ആയിത്തീർന്നു പറഞ്ഞു. അപ്പം ഈ ഒരു പ്രവർത്തനത്തിനിടയിലെല്ലാം നോക്കിക്കാണുന്ന നമ്മുടെ ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്കൂൾ അധ്യാപകർ ഉറുദു പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു, അത് ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ സ്കൂളിൽ ചേരുന്ന കാലത്ത് അന്ന് കേരളത്തിൽ മൊത്തം കേരളത്തിൽ 6 സ്കൂളിലാണ് ഉണ്ടായിരുന്നു. ഒന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ. ഗവൺമെൻറ് എന്നുള്ളതിലേക്ക് മലപ്പുറത്ത് മാത്രം. പിന്നെ കോഴിക്കോട് ഹിമായത്ത് ഹൈസ്കൂളിൽ PTC മോമാലിയാണ് അവിടുത്തെ ഭാഗത്ത്. പിന്നെ JDT ഹൈസ്കൂളിൽ വാഹിദ് മുനീർ. പിന്നെ മുബാറക് ഹൈസ്കൂൾ തലശ്ശേരി ഒരു റസാഖ് മാസ്റ്റർ ഭാഗത്ത് റിട്ടയർഡ് ചെയ്ത്. പിന്നെ BM ഹൈസ്കൂളിൽ തലശ്ശേരി ഒരു ഹനീഫ മാസ്റ്റർ. പിന്നെ ഹാജി ഈസാൻ മൂസ സ്കൂള് ദല്ലേപ്പള്ളി എറണാകുളം. ഈ 6 സ്കൂളുകൾ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ, ഉറുദു പഠനം ഉണ്ടായിരുന്നുള്ളൂ. PSC ക്ഷണിച്ചു ഉറുദു UPയിലേക്ക് PSC വിളിച്ചപ്പോൾ അതിൽ എനിക്കും കിട്ടിയിരുന്നു. ഞാൻ MSP സ്കൂളിലായതുകൊണ്ട് ഞാൻ പോകുന്നില്ല, റിജക്റ്റ് ചെയ്തു. ആ പോസ്റ്റിന് ശേഷം പിന്നീട് ഒരു PSC വിളിച്ചു. അതിൽ 28 പേരുടെ ഇതാ ലിസ്റ്റിൽ. ആ 28 പേർക്കും അപ്പോയിൻ്റ് ചെയ്യാൻ പിന്നെ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരൊക്കെ ഈ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ഓരോരുത്തർക്കും ഓരോ സ്കൂള് 2-3 പേർക്ക് ഓരോ സ്കൂള് ഗവൺമെൻറ് സ്കൂള് വീതിച്ചു കൊടുത്തു. അവർ ആ നാട്ടിൽ പോയിട്ട് ഒരു പിന്നെ വെക്കേഷനിൽ വർക്ക് ചെയ്തിട്ട് ഒരു 20 കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതിൽ അതിൽ ഭഗീര പ്രയത്നം തന്നെയാണ്. അങ്ങനെ 28 പേർക്കും ആ വർഷം അപ്പോയിൻമെൻറ്റ് കിട്ടി. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്. അപ്പം സാറ് അങ്ങനെ ഒരുപാട് അധ്യാപകരൊക്കെ ഇങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഏക ഉറുദു അധ്യാപക സംഘടനയാണല്ലോ KUTA. ദീർഘനാൾ സാറ് KUTA മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, വളരെ വർഷങ്ങളോളം ആ സംഘടനയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ. സാറിൻ്റെ ഒരു സംഘടന പ്രവർത്തനത്തിനിടയിൽ നേടിയെടുത്ത ഒരു പ്രധാനപ്പെട്ട 2 നേട്ടങ്ങൾ 2-3 നേട്ടങ്ങൾ പറയാൻ പറ്റുമോ? അത് ഒന്ന് ആദ്യം ടെക്സ്റ്റ് ബുക്കാണ്. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കില്ലായിരുന്നു, ആകെ ഡിസോർഡറായിരുന്നു. പല സ്കൂളിലും പല ടെസ്റ്റ് വെച്ച് പഠിപ്പിക്കുകയായിരുന്നു. അതിനൊരു കേരള റീഡർ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ സംഘടനയ്ക്ക് അംഗീകാരം കിട്ടി. പിന്നെ ഉറുദു പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പഠന നിലവാരം നോക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഒരു ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് ആരുമില്ലായിരുന്നു.
പിന്നെ AUDOക്ക് ഉറുദു അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സമ്മർദ്ദം ചെലുത്തി ബീരാ സാഹിബിൻ്റെ കാലത്താണ്. അപ്പോൾ അങ്ങനെയാണ് തൽക്കാലം ഒരു പോസ്റ്റ് ഉണ്ടാകുന്ന വരെ അന്നത്തെ അറബിക്കിൻ്റെ സ്പെഷ്യൽ ഓഫീസറുണ്ട് സുലൈമാൻ സാഹിബ്, അദ്ദേഹത്തിന് ചാർജ് കൊടുത്തു ഉറുദു. അപ്പോൾ എല്ലാ ജില്ലയിലുമുള്ള IMEമാർക്ക് ഉറുദു അറിയില്ല, അത് ഇൻസ്പെക്ട് ചെയ്യൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു 8 ദിവസത്തെ ഒരു കോഴ്സ് കോഴിക്കോട് ഗേൾസ് ഹൈസ്കൂൾ LTT വെച്ചിട്ട് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാനാണ് ഈ മൈസൂരിലെ സിലബസ് വെച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെ ടീച്ചിങ് നോട്ട് ചെയ്താൽ എങ്ങനെയൊക്കെയുണ്ട്, എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാന്നൊക്കെയുള്ള ഒരു പ്രാഥമിക രൂപം അവർക്ക് കൊടുത്ത്. എന്നിട്ടാണ് എല്ലാ ജില്ലയിലും IMEമാർക്ക് ചാർജ് കൊടുത്തു. പിന്നീട് നമ്മളതുകൊണ്ട് തൃപ്തിപ്പെടുത്തില്ല, നമുക്ക് പിന്നെ ഉറുദു സ്പെഷ്യൽ ഓഫീസറെ കിട്ടുന്നവരെ ഞങ്ങൾ പിന്നെ ഈ ശ്രമം തുടർന്നു. അങ്ങനെ ഗഫൂർ മാസ്റ്ററാണ് ആദ്യത്തെ സ്പെഷ്യൽ ഓഫീസർ, ഉറുദുവിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു. ടീച്ചേഴ്സിന് ഇൻ സർവീസ് കോഴ്സില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ NCERTയുമായി ബന്ധപ്പെട്ട് ഇൻ സർവീസ് കോഴ്സ് സംഘടിപ്പിച്ചു. അപ്പോൾ ആദ്യം എനിക്കറിയാം കോഴിക്കോട് വെച്ച് വഹ്മീദ ബീഗം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് NCERT പിന്നെ റിസോഴ്സായിട്ട് നിയമിച്ച് അവരാണ് 8 ദിവസത്തെ ക്ലാസ് എടുത്തത്. കേരളത്തിലെ പ്രശസ്ത ഉറുദു കവിയായിരുന്ന SM സർവർ സാഹിബ് താങ്കളുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സർവർ സാഹിബിനെ ഇപ്പോൾ സാർ ഓർമ്മിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ ക്ലാസ്സും ഇടപെടലും ഒക്കെ ഒന്ന് വിവരിക്കാമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം സ്കൂളിൽ എൻ്റെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക്, എൻ്റെ പിതാവിൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലക്ക് സാറിന് വീട്ടിൽ വരും, എൻ്റെ ഫാദർ അങ്ങോട്ട് പോവും. അങ്ങനെയുള്ള ഒരു വീട് വിട്ടാളുടെ ഒരു രക്ഷിതാവായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കണക്കാക്കിയിരുന്നു. പിന്നെ ഈ ഉറുദുവിൻ്റെ എല്ലാ സംഘടനയും മറ്റു പരിപാടി, ഉറുദു ഡെവലപ്മെൻറ്റ് അസോസിയേഷന്, മറ്റേ ലവേഴ്സ് അസോസിയേഷൻ, പിന്നെ ഈ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഇതെല്ലാം അദ്ദേഹം ഞങ്ങളും ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നു. ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ബന്ധത്തിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. പിന്നെ ബന്ധം കുറവ് വന്നത്, ഞാൻ ഫറൂഖ് കോളേജിൽ 5 കൊല്ലം അവിടെ ഹോസ്റ്റലിലായിരുന്നു, ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആ കാലത്താണ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാലും വരുമ്പോൾ അദ്ദേഹം കാണണം. അന്ന് ഫോണില്ലാത്തതുകൊണ്ട് ലെറ്റർ എഴുതും മൂപ്പര്, വന്നാൽ കാണണം എന്നിട്ട് അങ്ങനെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വെമ്പും. അങ്ങനെ ചിലപ്പോൾ മലപ്പുറത്ത് വരും. അങ്ങനെ ഈവനിങ് വാക്കിൽ വന്നാൽ മലപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ കാണും, ചായ കുടിച്ച് കണ്ടു പിരിയും. അങ്ങനെയുള്ളൊരു ബന്ധത്തിലായിരുന്നു ഞങ്ങൾ, വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു. കേരളത്തിലെ ഉറുദു സെൻറ്റർ ട്രസ്റ്റ് വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു പ്രവർത്തനം, അതിൻ്റെ പിന്നിലുള്ള ആലോചനയൊക്കെ എന്തായിരുന്നു, അതിൻ്റെ ഒരു ഉദ്ദേശം? അത് വളരെ കാലം അങ്ങനെ ഒരു രൂപീകരിക്കുകയും ഡെഡായി കിടക്കുകയും ഇപ്പം അത് വളരെ സജീവമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് വിവരിക്കാം. അത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഓണറേറിയം കിട്ടി. അന്ന് 2004 തോന്നുന്നു അല്ലേ? ആ പൈസ കിട്ടിയത് 2-ലാണ് 3-ാണ്. പിന്നെ അങ്ങനെ 6000 രൂപ കിട്ടി. അപ്പോൾ ഞങ്ങൾ KUTA ഒരു തീരുമാനം എടുത്തു, 6000 രൂപ കിട്ടുമ്പോൾ ഒരു 1000 രൂപയ്ക്ക് റെസീറ്റ് കൊടുക്കുക. കാരണം അത് ഈ ഉറുദു സെൻറ്ററിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും 1000 രൂപ പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കി. 13.5 ലക്ഷം രൂപ അല്ല കിട്ടി, മൊത്തം കിട്ടി. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു, കോഴിക്കോട് പിന്നെ ഇപ്പോൾ ഉറുദു സെൻറ്ററിൽ നിൽക്കുന്ന ആ സ്ഥലം വാങ്ങി, 13 സെൻറ്റ് സ്ഥലം അത് വിലക്ക് വാങ്ങി. സ്ഥലം വാങ്ങി അതിലിപ്പോൾ അതങ്ങനെ പിന്നെ ഫണ്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡെഡായി അങ്ങനെ കിടന്നു. ചിലർക്ക് 10000 രൂപ തന്നു, ചിലർ 5000 രൂപ തന്നു. പലർക്കും ഇപ്പോൾ എത്ര തന്നാലും ശരി അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്, കാരണം ഫണ്ടില്ല. ഇപ്പോഴാണ് പിന്നെ KUTA വളരെ ആക്റ്റീവായി, ഞാൻ 2000 റിട്ടയർഡായും ചെയ്തു. പിന്നെ KUTA അതിങ്ങനെ ഇരുത്തി അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ട്രസ്റ്റ്
ആയപ്പോഴേ ചിലർക്കൊരു പ്രശ്നം എന്താ ട്രസ്റ്റാക്കുന്നത്. ട്രസ്റ്റ് അല്ലാത്ത രൂപത്തിൽ പറ്റില്ല. ഒരു ട്രസ്റ്റ് അല്ലാതെ പിന്നെ ഈ ഓരോ കൊല്ലം ഇങ്ങനെ റിട്ടയർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സംവിധാനമില്ലല്ലോ. അപ്പോൾ ട്രസ്റ്റ് വേണമെന്നുള്ള ട്രസ്റ്റിൻ്റെ പേരിൽ അന്നത്തെ KUTA ഒരാളുടെ പേരിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, മറ്റുള്ളവർക്ക് അതിൻ്റെ ഭാരവാഹികളാവുക. ആ രൂപത്തിലാണ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ KUTA വളരെ ആക്റ്റീവാണ്. കാരണം എന്തിനും തയ്യാറെടുത്ത ഒരു കമ്മിറ്റിയാണ്, ഇനി പറയാതിരിക്കാൻ വയ്യ. പിന്നെ അവരെന്ത് ചെയ്തു, അതിന് നല്ല ശ്രമം നടത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പൈസ പിരിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി അതിൻ്റെ പകുതി 3/4 ഭാഗവും ആയി. ഇനി ഒരു പുള്ളിങ്ങും കൂടി ഒരു ഗിയറും കൂടി മാറ്റിയാൽ അത് പൂർത്തിയാവും. ഉള്ള ഉറുദു അധ്യാപകർ ഒന്നുകൂടി ശ്രമിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാവും, ഫുൾ ഫ്ലഡ്ജിൽ ആയിട്ട് വരും. മറ്റൊരു കർണാടകക്കോ ആന്ധ്രക്കോ തമിഴ്നാട്ടിനോ ഒന്നും ഒരു ഉറുദു അധ്യാപക സംഘടന ഉണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ തന്നെയാണ് ഫസ്റ്റ്. അതിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. സാറിങ്ങനെ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായല്ലോ. 2000 റിട്ടയർ ചെയ്തു, 10-21 വർഷമായി. ആ റിട്ടയർമെൻറ്റ് വരെ വളരെ സജീവമായി ഉറുദുവിൽ പ്രവർത്തിച്ചു. അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം പ്രവർത്തിക്കുന്ന മേഖല ഏതെല്ലാം ഉറുദു സംഘടനകൾ വ്യത്യസ്തമായ ഉറുദുവിൻ്റെ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് സാറിൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു പ്രവർത്തനവും കൂടി ഒന്ന് വിവരിക്കാം. അത് അഞ്ചുമന്തർക്കി ഉറുദു, അതിൻ്റെ ട്രഷററാണ്. സമദാനി സാഹിബ് പ്രസിഡൻറ്റ്, അമീദ് കാരശ്ശേരി ജനറൽ സെക്രട്ടറി, പൊള്ള് ആദ്യം ഗഫൂർ മാഷായിരുന്നു, പിന്നെ അതിന് മാഷായി, പിന്നെ പൊള്ള് കാരശ്ശേരി, പിന്നെ ഞാൻ ട്രഷററും ആയിട്ടൊരു കമ്മിറ്റി ഉണ്ട്. അത് പിന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലപ്പുറത്ത് ഉറുദു ലവേഴ്സ് അസോസിയേഷൻ എന്നുള്ളവർക്ക് ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്. സർവത്ത് സാഹിബിൻ്റെ രക്ഷനായിരുന്നു PA മജീദ്, അദ്ദേഹം പ്രസിഡൻറ്റ്, പിന്നെ ഞാൻ സെക്രട്ടറി, പിന്നെ Moideenkutty മാസ്റ്റർ, മറ്റേ അഫ്സൽ, അങ്ങനെ കുറേ പേര്, ഒരു 10-25 പേരിലൊരു കമ്മിറ്റി ഉണ്ട്, ഉറുദു ലവേഴ്സ് അസോസിയേഷൻ. പിന്നെ എലൈറ്റ് ഉറുദു കോളേജ് ആണ്. കോളേജും മലപ്പുറം കോളേജും ഒരേ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. രണ്ടും ഒരേ സമയത്ത് വന്ന ഒരു പ്രവർത്തനമാണെന്ന് സാർ സൂചിപ്പിച്ചല്ലോ. ഈ പുതുതലമുറയോട് സാറിന് പറയാനുള്ളത്, ഇപ്പം ഉള്ള അധ്യാപകർ, പുതിയ കാലഘട്ടത്തിലെ അധ്യാപകർ, പുതിയ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തകർ, ഇവരെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇവർക്കുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ സാറിന് കൊടുക്കാനുണ്ടോ? അതിപ്പോൾ ഈ ട്രഡീഷൻ ബ്രേക്ക് ചെയ്യാതെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗത്തേക്കും പോകാതെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും സഹായിക്കാനുണ്ടാവും. നമ്മളെ സംഘടന KUTA അതേസമയത്ത് നമ്മൾ ഒരു സൈഡ് ചെയ്താൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ വാൽമ കിട്ടിയാൽ പിന്നെ അതിന് എതിർപ്പ് മറുഭാഗത്ത് വരും. അപ്പോൾ അതിൻ്റെ നാശത്തിലേക്കായിരിക്കും അതിൻ്റെ പോക്കുണ്ടാകുക. അപ്പോൾ ഏറ്റവും നല്ലത് പണ്ട് നമ്മൾ അനുവർത്തിച്ച് പോകുന്ന ഒരു ഭാഗത്തേക്കും ഇല്ലാത്ത രൂപത്തിൽ പോവുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ പിന്നെ ET ബഷീറിനെ കൊണ്ടുവന്ന്, പിന്നെ സ്പീക്കറെ കൊണ്ടുവന്ന്, വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ കുറേ ഓരോ പരിപാടിക്ക് പലരും സമദാനി സാഹിബ്, അങ്ങനെ വ്യത്യസ്തതയിലുള്ള പിന്നെ അഹമ്മദ് ദേവർ കോവിൽ, ഇവരൊക്കെ കൊണ്ടുവന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നേർവഴിക്കാണ്, കാരണം വൺ സൈഡ് അല്ല എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് അതേ നേരം തന്നെ അതേ മാതിരി പോയാൽ നമുക്ക് ഭാവി രക്ഷയുണ്ട്. സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻറ്ററിൽ ആ പേരുണ്ട്, 24 മണിക്കൂർ അതിനു വേണ്ടി പുതിയ തലമുറ അത് നമുക്ക് മനസ്സിന് ഒരു തണുപ്പാണ്. കാരണം ഞങ്ങൾക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ് അതൊന്ന് ഫുൾ ഫ്ലഡ്ജിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഒരു അധ്യാപക ദിനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കേരളത്തിലെ ആദ്യകാല ഉറുദു അധ്യാപകനും കേരളത്തിലെ ഉറുദു അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും ഒക്കെയായ മൊയ്തീൻകുട്ടി മാസ്റ്ററാണ്. വളരെ വലിയ പ്രവർത്തനം ഉറുദു കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ സജീവ സാന്നിധ്യമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ആണ് ഇതുവരെ നമ്മളോട് പങ്കുവെച്ചത്. ഈ ഒരു
വൈകിയ വേളയിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായാധിക്യത്തിലൊക്കെ തന്നെ വളരെ സജീവതയോടുകൂടി തന്നെയാണ് അദ്ദേഹം നമ്മളെ ഈ ഒരു ഉറുദു പ്രവർത്തനത്തെയും ഉറുദു പ്രസ്ഥാനത്തെയും നോക്കിക്കാണുന്നത്. ആ ഒരു സജീവതയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഭാവങ്ങളും നേരുകയാണ്.